നാളെ സബ് ജയിലിൽ ചെന്നാൽ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും വീട്ടിലെത്തിയ ഉടനെ മിത്ര ഒരു നോട്ടിൽ എഴുതി വെച്ചു. രാത്രിയിൽ അത്താഴത്തിന് ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ പിറ്റേന്നത്തെ യാത്രയെക്കുറിച്ചും അവൾ അച്ഛനോടും അമ്മയോടും ഏട്ടനോടും പറഞ്ഞു. ഞാൻ വരണോ കൂടെ? സിദ്ധു ചോദിച്ചു. വേണ്ട ഏട്ടാ, ശ്രീരേഖ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് പോകുന്നത്? അതിനെക്കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ടോ? രാത്രിയിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ധുവിന് മറുപടി കൊടുത്ത് അവൾ ആലോചനയിലിരുന്നു. നീ എന്താ ആലോചിക്കുന്നത്? അവളുടെ മുഖത്തേക്ക് നോക്കി സിദ്ധു ചോദിച്ചു. ശ്രീരേഖ ചേച്ചി ഏട്ടൻ്റെ പ്രായമല്ലേ, ആളെന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തത്? മിത്രയുടെ ചോദ്യം കേട്ടതും സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു. എന്നാ പിന്നെ നീ അവൾക്കൊരു ചെക്കനെ ഉണ്ടാക്കി കൊടുക്ക്, സിദ്ധു ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ പറഞ്ഞതിലും കാര്യമില്ലേ സിദ്ധു, അതിനെന്തിനാ നീ അവളോട് ചൂടാവുന്നത്? അനന്തപത്മനാഭൻ സിദ്ധുവിന് നേർക്ക് തിരിഞ്ഞു. പറഞ്ഞതുപോലെ നിന്റെ പ്രായമല്ലേ ആ കുട്ടി, ഇപ്പോൾ ജോലിയുമായില്ലേ, പിന്നെന്താ കല്യാണം കഴിക്കാത്തത്? മീനുവിൻ്റെ ചോദ്യം കൂടി കേട്ടതോടെ അവൻ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി. കോറം തികഞ്ഞു. മീനൂട്ടിയുടെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു. അവൻ അവരുടെ മുഖത്ത് നോക്കി പുച്ഛിച്ചു ചിരിച്ചു. ഓ, എല്ലാവരും പറയുന്ന പോലെ എനിക്ക് പറയാൻ പാടില്ലല്ലോ അല്ലേ? അതും പറഞ്ഞ മീനു ഭക്ഷണത്തിലേക്ക് മുഖം താഴ്ത്തി. മീനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും സിദ്ധുവിന് പാവം തോന്നി. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എൻ്റെ മീനൂട്ടിയെ, അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അതിനിപ്പോൾ നമ്മൾ പറഞ്ഞു തെറ്റുന്നതെന്തിനാ? അനന്തപത്മനാഭൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഇതാദ്യമേ പറഞ്ഞാൽ പോരായിരുന്നോ നിനക്ക്? അതിനു പകരം ദേഷ്യപ്പെട്ടതെന്തിന്? പോട്ടെ, ആ വിഷയം വിട്. നമുക്ക് സംസാരിക്കാൻ വേറെ എന്തൊക്കെ വിശേഷങ്ങളുണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് ആരും സംസാരിച്ചില്ല. രാത്രിയിൽ കിടക്കാൻ നേരം മിത്രയ്ക്ക് ശ്രീരേഖയുടെ ഫോൺ വന്നു. കാലത്ത് 7 മണിക്ക് വീട്ടിൽ തന്നെ നിന്നാൽ മതി, താൻ അവിടെ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ മിത്രയ്ക്ക് കുറച്ച് ആശ്വാസമായി. പിറ്റേന്ന് കാലത്ത് പറഞ്ഞ സമയത്ത് തന്നെ ശ്രീരേഖ മിത്രയുടെ വീട്ടിലെത്തി. വേഗം ഇറങ്ങാമെന്ന് ശ്രീരേഖ തിരക്ക് കൂട്ടിയപ്പോഴാണ് മീനൂട്ടി ചായയുമായി വന്നത്. ചായ കൊണ്ടുവന്ന സ്ഥിതിക്ക് കുടിക്കാതെ പോകുന്നത് എങ്ങനെയെന്ന് കരുതി ശ്രീരേഖ ചായ കുടിക്കാനിരുന്നു. ആ സമയത്താണ് സിദ്ധു ജോഗിങ് കഴിഞ്ഞ് വീടിനുള്ളിലേക്ക് കയറി വന്നത്. ശ്രീ എപ്പോ വന്നു? ശ്രീരേഖയുടെ അടുത്ത് കിടക്കുന്ന ചെയർ വലിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് സിദ്ധു ചോദിച്ചു. ഇതാ ഇപ്പോൾ എത്തിയതേയുള്ളൂ. അവൾ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അപ്പോഴേക്കും മീനൂട്ടി സിദ്ധുവിനുള്ള കട്ടൻ ചായ കൊണ്ടുവന്നു. മിത്ര റെഡിയായി വന്നതോടെ ശ്രീരേഖ ചായ കുടിച്ച് എഴുന്നേറ്റു. ശ്രീരേഖയുടെ കാറിലാണ് രണ്ടുപേരും വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് തിരിച്ചത്. 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ വിയ്യൂർ സെൻട്രൽ ജയിലിലെത്തി. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവൾ ജയിലിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്തിരുന്നു. അതിപ്രകാരമാണ്: വൃത്താകൃതിയിൽ 968 മീറ്റർ ചുറ്റളവും 150 മീറ്റർ ശരാശരി വ്യാസാർത്ഥവും 5.5 മീറ്റർ ഉയരവുമുള്ള മതിലാണ് ജയിലിൻ്റേത്. ഉള്ളിൽ 17 മീറ്റർ ഉയരമുള്ള ഒരു നിരീക്ഷണ ഗോപുരമുണ്ട്. പുഷ്പദളാകൃതിയിൽ 6 കെട്ടിടങ്ങൾ ഓഫീസ് കെട്ടിടത്തിന് നേരെ ചൂണ്ടുന്ന രീതിയിലുണ്ട്. ഇതിൽ 4 എണ്ണം 44 സെല്ലുകൾ വീതമുള്ളവയാണ്. ബാക്കി 2 സെല്ലുകളിൽ ഡോർമെറ്ററി രീതിയിൽ 4 വലിയ മുറികൾ ഉള്ളതിൽ 5-മത്തെ കെട്ടിടം സ്ത്രീകളുടെ വിഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. ഇതോടൊപ്പം അടുക്കള, സൂക്ഷിപ്പ് മുറി, നിർമ്മാണശാലകൾ, ലൈബ്രറി, ആശുപത്രി, ആരാധന കേന്ദ്രങ്ങൾ എന്നിവയും സ്ഥിതി ചെയ്യുന്നു. അവർ ആദ്യം പോയത് ഓഫീസ് കെട്ടിടത്തിലേക്കാണ്. അവിടെ ശ്രീരേഖയുടെ ആവശ്യപ്രകാരം അവർക്കൊരു ഗൈഡിനെ കിട്ടി. വനിതാ സൂപ്രണ്ട് അസിസ്റ്റന്റ് രാധാമണിയാണ് ജയിലിനുള്ളിലെ ഓരോ വിഭാഗങ്ങളും അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. ഇനി കുട്ടിക്ക് എന്താണ് അറിയേണ്ടത്? ഓരോന്നും കാണിച്ചു കൊടുത്തു. അതിൻ്റെ വിവരണങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം രാധാമണി മിത്രയോട് ചോദിച്ചു. ചേച്ചി, എനിക്കറിയേണ്ടത്, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ ശിക്ഷ വധിക്കുന്ന സമയത്ത് അവർ പ്രഗ്നൻ്റാണ് എങ്കിൽ ജയിലിനകത്തെ അവരുടെ പ്രഗ്നൻസി ടൈം എങ്ങനെയായിരിക്കും? മിത്രയുടെ ചോദ്യം കേട്ടതും രാധാമണി അവളെ ഒന്ന് ചോഴ്ന്നു നോക്കി. കുട്ടി ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ PG ജേർണലിസം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. എനിക്ക് ഈ വർഷം സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ് വർക്കിന് തന്ന വിഷയം ഇതാണ്: ഒരു ഗർഭിണിയുടെ ജയിൽ ശിക്ഷാകാലം എങ്ങനെയായിരിക്കുമെന്ന്. അതിനുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാനാണ് ഞാനിവിടെ എത്തിയത്. മിത്ര പറഞ്ഞതിൽ വിശ്വാസ്യത തോന്നിയതുകൊണ്ടാവാം രാധാമണി അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ തയ്യാറായി. അങ്ങനെ ഒരു ഗർഭിണി ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നടത്തുന്നത് കോടതിയുടെ അനുവാദത്തോടെ ജയിൽ അധികൃതരായിരിക്കും. ആ കുട്ടിയുടെ പേരൻസിൻ്റെ, അതായത് അവരുടെ മാതാപിതാക്കളോ ഹസ്ബൻഡോ അങ്ങനെയുള്ളവരോട് കുറ്റവാളിക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചറിയും. അതിനുശേഷമായിരിക്കും അവരുടെ ട്രീറ്റ്മെൻറ്റ് നടത്തുക. ഗർഭകാലം പൂർത്തിയായാൽ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഡെലിവറിക്ക് ശേഷം അവരെ തിരിച്ച് ജയിലിലേക്ക് തന്നെ കൊണ്ടുവരും. പ്രസവാനന്തരം കുഞ്ഞുമായി 6 വർഷം ഇവിടെ കഴിയാവുന്നതാണ്. കുട്ടിക്ക് 6 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ കുറ്റവാളിയായ അമ്മയിൽ നിന്നും അകറ്റി നിർത്തുന്നതായിരിക്കും. അതായത് കുട്ടിയുടെ അച്ഛനോ അച്ഛൻ്റെ ബന്ധുക്കൾക്കോ അമ്മയുടെ ബന്ധുക്കൾക്കോ കോടതിയുടെ അനുവാദത്തോടെ കുഞ്ഞിനെ കൈമാറാവുന്നതാണ്. പറഞ്ഞു നിർത്തിയതിനു ശേഷം രാധാമണി മിത്രയെ നോക്കി. ഇനി എന്തെങ്കിലും കുട്ടിക്ക് അറിയാൻ ബാക്കിയുണ്ടോ? ഉദാഹരണമായി അങ്ങനെ എന്തെങ്കിലും മാഡത്തിൻ്റെ സർവീസ് കാലയളവിൽ ഇവിടെ നടന്നിട്ടുണ്ടോ?
മിത്രയുടെ ചോദ്യത്തിന് രാധാമണി അല്പസമയം ആലോചനയിലാണ്ടു. ഞാൻ ആദ്യമായി ഈ സർവീസിൽ കയറുന്നത് ഇവിടെയാണ്. അതിനുശേഷം കണ്ണൂരിലേക്കും പൂജപ്പുരയിലേക്കും എനിക്ക് മാറ്റം കിട്ടി. വീണ്ടും ഇവിടേക്ക് വന്നിട്ടിപ്പോൾ 4 വർഷമായി. ഞാനിവിടെ സർവീസിൽ കയറിയ വർഷം ഏകദേശം 22 വർഷം മുമ്പാണ്. ഇവിടെ ഒരു ലക്ഷ്മി എന്ന പേരുള്ള ഒരു സ്ത്രീ കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവർ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രഗ്നൻസി ടൈമിൽ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മിയുടേത് വളരെ നല്ല പെരുമാറ്റമായതിനാൽ ഇവിടെ എല്ലാവർക്കും അവരെ ഇഷ്ടമായിരുന്നു. സാഹചര്യമായിരുന്നു അവരെ ഒരു കൊലപാതകയാക്കി മാറ്റിയത്. അവരെ അന്വേഷിച്ച് ഒരിക്കലും അവരുടെ ബന്ധുക്കളോ ഹസ്ബൻഡോ ഇവിടേക്ക് വന്നിരുന്നില്ല. രാധാമണി ഒരു നിമിഷം അന്നത്തെ ഓർമ്മയിൽ ലയിച്ചു നിന്നു. ബന്ധുക്കളില്ലാത്തതുകൊണ്ട് 6 വർഷം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ എന്തു ചെയ്തു? മിത്രയുടെ സംശയം വാക്കുകളായി പുറത്തേക്ക് വന്നു. ആ കുഞ്ഞ് 1 വർഷം മാത്രമേ ലക്ഷ്മിയുടെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. ആരോ ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് പോയതിനു ശേഷം അവർക്ക് അവരുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ജോലിയിലെ ആദ്യത്തെ സംഭവമായതിനാൽ ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓർമ്മയിലേക്കെത്തും. താങ്ക്സ് മാം. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്തു തന്നതിന് ഒരുപാട് നന്ദി. ഇനിയും ആവശ്യമെങ്കിൽ ഞാൻ വരും. എനിക്ക് മേഡത്തിൻ്റെ നമ്പർ ഒന്ന് തരണം. പിന്നെയും ഒത്തിരി നേരം അവർ അവിടെ ഇരുന്ന് സംസാരിച്ചു. ആ സമയം കൊണ്ട് തന്നെ മിത്രയും രാധാമണിയുമായി നല്ലൊരു ആത്മബന്ധം ഉടലെടുത്തു. വെറുതെയെങ്കിലും അവൾ അവിടെയെല്ലാം നടന്ന ഒത്തിരി തടവുകാരുമായി പരിചയപ്പെട്ടു. പലരുടെയും കഥകൾ അവളുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. പലരുടെയും ജീവിതാനുഭവങ്ങൾ പലതരത്തിലുള്ളതായിരുന്നു. അവയെല്ലാം ഉൾക്കൊള്ളാൻ തന്നെ അവൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. തിരിച്ചിറങ്ങുമ്പോൾ അവൾ തൻ്റെ മൊബൈലിൽ രാധാമണി ചേച്ചി എന്ന പേരിൽ അവരുടെ നമ്പർ സേവ് ചെയ്തു വച്ചിരുന്നു. ഉച്ചഭക്ഷണം അവർ അവിടെയുള്ള ഒരു ഹോട്ടലിൽ നിന്നും കഴിച്ചു. മിത്ര, ഇപ്പം 3 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. നമുക്ക് പാർക്കിലൊക്കെ ഒന്ന് പോകാം. ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് പോയാൽ പോരെ? ശ്രീരേഖയുടെ ചോദ്യം അവൾ ഒരു പുഞ്ചിരിയോടെ സ്വീകരിച്ചു. അല്ലെങ്കിലും ജയിലിനുള്ളിലെ അവസ്ഥകൾ കണ്ട് കലുഷിതമായ മനസ്സിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ അങ്ങനെ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും നല്ലത് എന്ന് മിത്രയ്ക്കും തോന്നി. മുന്നിലെ മനോഹരമായ കാഴ്ചകളിൽ കണ്ണെന്നിട്ട് പാർക്കിലെ സിമന്റ് ബെഞ്ചിൽ ഇരിക്കുകയാണ് മിത്ര. അവൾക്കടുത്തായി ശ്രീരേഖയും വന്നിരുന്നു. പല വിഷയങ്ങളും അവരുടെ സംസാരത്തിൽ വന്നു. അതിനിടയിൽ ശ്രീരേഖയുടെ കല്യാണക്കാര്യവും വന്നു. ചേച്ചി എന്താ ഇതുവരെ കല്യാണം കഴിക്കാതെ? ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണോ? മിത്രയുടെ ചോദ്യത്തിന് ശ്രീരേഖ ഒന്ന് ചിരിച്ചു. അങ്ങനെ ചോദിച്ചാ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒരാളെ കാത്തിരിക്കുകയാണ്. അത് പറയുമ്പോൾ ശ്രീരേഖയുടെ മുഖം താമരപ്പൂ പോലെ വിടരുന്നത് മിത്ര ശ്രദ്ധിച്ചു. ആരെയാണ്? എൻ്റെ ഹെൽപ്പ് വല്ലതും വേണോ? സത്യത്തിൽ ഞാൻ മിത്രയ്ക്ക് വേണ്ടി ഇത്രയും ഹെൽപ്പ് ചെയ്തു തന്നെ മിത്രയിൽ നിന്നും ഒരു ഹെൽപ്പിന് വേണ്ടിയാണ്. അതോടെ മിത്ര ചിരിച്ചു. പറയൂ ചേച്ചി, എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്തു തരേണ്ടത്? പറയാം. ഞാൻ ഇഷ്ടപ്പെടുന്നയാളെ മിത്രയ്ക്ക് അറിയാം. എൻ്റെ മനസ്സ് എത്ര തുറന്നു കാണിച്ചിട്ടും അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല. വിഷമത്തോടെ പറയുന്ന ശ്രീരേഖയെ നോക്കി മിത്ര ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയാവുന്ന ആളാണെങ്കിൽ ചേച്ചി പറയൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഡിഗ്രിക്ക്. ആദ്യമായി കണ്ടപ്പോഴേ തോന്നിയ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞ ഭ്രാന്ത് പോലത്തെ ഇഷ്ടം. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല മിത്ര. മറ്റൊരാളെ അവൻ വിവാഹം കഴിക്കുന്ന നിമിഷം ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിക്കും. അയ്യോ, അത്രയും കടുത്ത വാക്കുകളൊന്നും പറയലേ ചേച്ചി. ഇത്രയും തീവ്രമായ ഒരു ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടം ആ ചേട്ടൻ മനസ്സിലാക്കാതിരിക്കില്ല, ഉറപ്പ്. എനിക്കറിയാവുന്ന ആളാണെങ്കിൽ ചേച്ചി ഇതുവരെ പേര് പറഞ്ഞില്ലല്ലോ. അവൻ്റെ പേര് കിഷോർ മാധവ്, സബ് ഇൻസ്പെക്ടർ കിഷോർ മാധവ്. തനിക്ക് മുന്നിൽ ഭൂമിയാകെ കറങ്ങുന്നത് പോലെ തോന്നി മിത്രയ്ക്ക്. ഒരാശ്രയത്തിനെന്നോണം അവൾ ശ്രീരേഖയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. മിത്ര, എന്തുപറ്റി? നിനക്കെന്താ ഒരു തളർച്ച പോലെ? ഭക്ഷണം കഴിക്കാൻ നേരം വൈകിയതുകൊണ്ടാണോ? തൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചവളെ തന്നിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് ശ്രീരേഖ ചോദിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇത്രയും വൈകാറില്ല ചേച്ചി. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തളർച്ച തോന്നിയത്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓക്കെ ആവും. തളർന്ന സ്വരത്തിൽ തന്നെ മിത്ര പറഞ്ഞു. ഉള്ളിലെ സന്തോഷങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് കെട്ടടങ്ങിയതുപോലെ തോന്നി മിത്രയ്ക്ക്. തൻ്റെ പ്രാണനെ നേടാൻ തൻ്റെ തന്നെ സഹായം ചോദിച്ചിരിക്കുന്നു. കഴിയുമോ തനിക്കത്? എത്ര പിണങ്ങിയിരുന്നാലും തൻ്റെ കിച്ചുവിനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ തനിക്ക് കഴിയുമോ? ഇപ്പോഴേ ഇങ്ങനെയായാൽ ഒരു ജോലിയൊക്കെ കിട്ടുമ്പോൾ എന്താകും നിന്റെ അവസ്ഥ? പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ജോലിയാണെന്ന് കരുതിയോ നീ? എൻ്റെ മിത്ര, ചിലപ്പോൾ പച്ചവെള്ളം പോലും കുടിക്കാൻ സമയമില്ലാത്ത ദിവസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അതൊക്കെ നീ എങ്ങനെ തരണം ചെയ്യും? ഇതൊരു തുടക്കമല്ലേ ചേച്ചി. ഇനി ഇതങ്ങ് പതിയെ ശീലമായിക്കൊള്ളും. മിത്ര പതിയെ ശ്രീരേഖയുടെ തോളിൽ നിന്നും തലയുയർത്തി ശരിക്കും ഇരുന്നു. 2 അടി നടന്നാൽ ലെമൺ ജ്യൂസ് കിട്ടും. വാങ്ങിച്ചു തരട്ടെ ഞാൻ? വേണ്ട ചേച്ചി, എനിക്കിപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. അവൾ ബാഗിൽ നിന്നും വെള്ളത്തിൻ്റെ ബോട്ടിലെടുത്ത് മൂടി തുറന്ന് വായിലേക്ക് കമഴ്ത്തി. നീ ഓക്കെ ആണോ മിത്ര? ആയെങ്കിൽ ഇനി വൈകണ്ട, നമുക്ക് പോകാം. പോകാമെന്ന് അവളും സമ്മതിച്ചു.
കാറിൽ തിരിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ശ്രീരേഖ പിന്നെയും കിഷോർ മാധവിന്റെ കാര്യം എടുത്തിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് നീ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ മിത്ര. ഞാൻ ചോദിക്കാം. അവളുടെ സ്വരങ്ങൾ മുറിഞ്ഞു. ചോദിച്ചാൽ മാത്രം പോരാ, എനിക്ക് വേണ്ടി നന്നായി ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ ഒരു കാര്യം, അവന് മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് നീ അന്വേഷിച്ചു വയ്ക്കണം. എന്തിനാ? മിത്ര ശ്രീരേഖയുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ ഒരു ബന്ധം അവന് മറ്റേതെങ്കിലും പെൺകുട്ടിയോടുണ്ടെങ്കിൽ ഈ ജന്മം അവനും കല്യാണം കഴിക്കില്ല, ഞാനും കല്യാണം കഴിക്കില്ല. അവരെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ. എൻ്റെ പ്രണയം എത്ര തീവ്രമാണെന്ന് നിനക്കറിയില്ല. അവൻ എൻ്റെ ശ്വാസമാണ് മിത്ര. എൻ്റെ ശ്വാസം എന്നിൽ നിന്നും പോയാൽ പിന്നെ എൻ്റെ ശരീരത്തിന് ജീവനുണ്ടാകുമോ? വിട്ടുകൊടുക്കില്ല. ആർക്കും ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. ഡ്രൈവിങ്ങിനിടയിലും ഭ്രാന്തെടുത്തവളെ പോലെ പുലമ്പുകയാണ് ശ്രീരേഖ. അവളുടെ ആ ഭാവപ്പകർച്ച കണ്ട് മിത്ര അടിമുടി വിറച്ചു പോയി. അവളുടെ കണ്ണുകളിൽ അവൾ അറിയാതെ തന്നെ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടി. കിച്ചു എൻ്റെയല്ലേ? കിച്ചുവിൻ്റെ മേൽ എനിക്കല്ലേ പൂർണ്ണാവകാശം? ഞങ്ങൾ രണ്ടുപേരുമല്ലേ പരസ്പരം ഇഷ്ടപ്പെടുന്നത്? എന്തിനാണ് പിന്നെ എൻ്റെ കിച്ചുവിനെ തട്ടിയെടുക്കാൻ ഞങ്ങൾക്കിടയിലേക്ക് ഇവർ കയറി വരുന്നത്? ഓരോന്നാലോചിക്കും തോറും അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകുന്നുണ്ട്. ആ കണ്ണുനീരിനെ ശ്രീരേഖ കാണാതിരിക്കാൻ വേണ്ടി അവൾ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. ഇനിയൊന്നും ശ്രീരേഖ പറയുന്നത് കേൾക്കാതിരിക്കാൻ താൻ ഉറങ്ങുകയാണെന്ന് കരുതിക്കോട്ടെ എന്ന് കരുതി മിത്ര വിൻഡോയിലേക്ക് തലചരിച്ച് കണ്ണുകളടച്ചു. വീടെത്തുവോളം പിന്നീട് ആ മിഴികൾ അവൾ തുറന്നതേയില്ല. 7 മണി കഴിഞ്ഞിരുന്നു അവർ മിത്രയുടെ വീട്ടിലെത്തുമ്പോൾ. ചേച്ചി കയറുന്നുണ്ടോ? ചായ കുടിച്ചിട്ട് പോവാം. ഔപചാരികത എന്നോണം അവൾ ചോദിച്ചു. ഇപ്പോൾ കയറുന്നില്ല, ഞാൻ പിന്നീട് വിളിക്കാം മിത്രയെ. അതും പറഞ്ഞ് ശ്രീരേഖ കാർ മുന്നോട്ട് പായിച്ചു. ഒടിഞ്ഞു മടങ്ങിയതുപോലെയാണ് മിത്ര വീടിനുള്ളിലേക്ക് കയറി വന്നത്. ഹാളിലെ സോഫയിലിരുന്ന് TV കാണുന്ന അനന്തപത്മനാഭന്റെയും മീനുവിൻ്റെയും മുന്നിലേക്കാണ് മിത്ര കയറി ചെന്നത്. അച്ഛനൊന്ന് പോയില്ലേ? പതിവില്ലാതെ അനന്തപത്മനാഭനെ വീട്ടിൽ കണ്ടതും മിത്ര ചോദിച്ചു. ചെറിയൊരു തലവേദന, അച്ഛനൊന്ന് നേരത്തെ പോകുന്നു. എന്തായി പോയ കാര്യങ്ങളൊക്കെ ശരിയായോ? അവൾ സോഫയിൽ അയാൾക്കരികിലേക്ക് വന്നിരുന്നു കൊണ്ട് മടിയിലേക്ക് തലചായ്ച്ചു. അതോടെ അയാളുടെ കരം അവളുടെ മുടിയെ തഴുകാൻ തുടങ്ങി. ആ രംഗം നോക്കിയിരുന്ന മീനുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് മീനു. അയാൾ മീനുവിനെ നോക്കി പറഞ്ഞതും അവർ വേഗം ചായ എടുക്കാനായി കിച്ചണിലേക്ക് നടന്നു. എനിക്ക് വേണ്ടമ്മേ, ഉച്ചത്തെ ഭക്ഷണം കുറച്ചു നേരത്തെ കഴിച്ചതേ ഉള്ളൂ. ഇനി ഇന്ന് വിശക്കില്ല. അതും പറഞ്ഞുകൊണ്ടവൾ പതിയെ മിഴികളടച്ചു. എങ്കിൽ അച്ഛൻ്റെ കുട്ടി കുറച്ചു നേരം ഇങ്ങനെ കിടക്ക്, ക്ഷീണം മാറട്ടെ. കുറച്ചുനേരം അങ്ങനെ കിടന്നതിന് ശേഷം അവൾ പതിയെ എഴുന്നേറ്റു. അമ്മേ, ഞാൻ കിടക്കാൻ പോവാ. എനിക്കിനി ഒന്നും വേണ്ട, എന്നെ വിളിക്കുകയും വേണ്ട. അതും പറഞ്ഞ് മീനുവിൻ്റെ അടുത്തൊന്ന് ചേർന്നിരുന്നതിന് ശേഷം അവൾ മുകളിലെ തൻ്റെ റൂമിലേക്ക് പോയി. വാതിൽ ചാരി ബെഡിലേക്ക് വീണതും അവൾ പൊട്ടിപ്പിളർന്നു പോയി. ഇങ്ങനെ ഒരാൾ പ്രണയിക്കുന്നുണ്ടെന്ന വിവരം കിച്ചു അറിയാതിരിക്കുമോ? ആ ഇഷ്ടത്തിനെ എന്തുകൊണ്ട് കിച്ചു കണ്ടില്ലെന്ന് നടിച്ചു? ഓരോന്നാലോചിച്ചും എത്ര എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു.